പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫ് കൊലപാതകത്തിൽ ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫിന് 11 വർഷവും 9 മാസവും തടവ് ശിക്ഷ, രണ്ടാം പ്രതി ഷിഹാബുദ്ദീന് 6 വർഷവും 9 മാസവും തടവ് ശിക്ഷ, ആറാം പ്രതി നിഷാദിന് 3 വർഷവും 9 മാസവും തടവ് ശിക്ഷ, ഒന്നാം പ്രതിക്ക് 2 ലക്ഷം രൂപ പിഴ, രണ്ടാം പ്രതി ഷിഹാബുദ്ദീന് 15,000 രൂപ പിഴയും ആറാം പ്രതി നിഷാദിനും 15,000 രൂപ പിഴ എന്നിങ്ങനെയാണ് ഇപ്പോൾ ഷാബാ ഷെരീഫ് കൊലപാതകത്തിൽ ശിക്ഷാവിധി വന്നിരിക്കുന്നത്. അഷ്കർ അലി കരിമയിലേക്ക് നമുക്ക് പോകാം. ഷാബാ ഷെരീഫ് കൊലക്കേസിലെ ശിക്ഷാവിധിയുടെ വിശദാംശങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫിന് 11 വർഷവും 9 മാസവുമാണ് തടവ്. ഒപ്പം ഒന്നാം പ്രതി ഷൈബിൻ 2 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. രണ്ടാം പ്രതി ഷിഹാബുദ്ദീന് 6 വർഷം 9 മാസം തടവ് ശിക്ഷ, അതോടൊപ്പം 15,000 രൂപ പിഴയും ഒടുക്കണം. ആറാം പ്രതി നിഷാദിന് 3 വർഷവും 9 മാസവും തടവ് ശിക്ഷ, അതോടൊപ്പം 15,000 രൂപ പിഴയും ഒടുക്കണം എന്നതാണ് ശിക്ഷാവിധി വന്നിരിക്കുന്നത്. പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫിനെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ ശിക്ഷാവിധി വന്നിരിക്കുന്നത്. ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ട് നമുക്കൊപ്പം അഷ്കർ അലി കരിമ്പ. ഷാബാ ഷെരീഫ് കൊലക്കേസിന്റെ ശിക്ഷാവിധിയുടെ വിശദാംശങ്ങൾ. സുജ, അല്പസമയം മുമ്പാണ് മഞ്ചേരി ഒന്നാം അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി തുഷാർ ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇത് കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഷൈബിൻ അഷ്റഫിന് 8 3 മടക്കം 11 വർഷമാണ് തടവ് ശിക്ഷിച്ചിരിക്കുന്നത്. 11 വർഷവും അതുപോലെ തന്നെ 9 മാസവും ശിക്ഷാ തടവ് വിധിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 2 ലക്ഷം രൂപ പിഴ അടയ്ക്കുകയും വേണം. രണ്ടാം പ്രതിയായിട്ടുള്ള ഷിഹാബുദ്ദീൻ 6 വർഷവും 9 മാസവുമാണ് തടവ് ശിക്ഷ അനുഭവിക്കേണ്ടത്. 15,000 രൂപ പിഴ അടയ്ക്കുകയും വേണം. ആറാം പ്രതിയായിട്ടുള്ള നിഷാദ്, ഈ കേസിൽ 15 പ്രതികൾ ഉണ്ടായിരുന്നെങ്കിലും 3 പ്രതികളെ മാത്രമാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നത്. അതിൽ ആറാം പ്രതിയായിട്ടുള്ള നിഷാദ് 3 വർഷവും 9 മാസവും തടവ് ശിക്ഷ അനുവദിക്കണം. അതിൽ 15,000 രൂപ പിഴ ഈടാക്കുകയും വേണം. ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിലെ വിധിയാണ് ഇപ്പോൾ മഞ്ചേരി ഒന്നാം അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതിയായിട്ടുള്ള ജഡ്ജ് എം തുഷാർ വിധിച്ചിരിക്കുന്നത്. അഥവാ മൈസൂരിലെ പാരമ്പര്യ വൈദ്യനായിരുന്ന ഷാബാ ഷെരീഫിന് മലപ്പുറത്തെ ഈ ഒന്നാം പ്രതിയായിട്ടുള്ള ഷൈബിൻ അഷ്റഫിൻ്റെ വീട്ടിലേക്ക് എത്തിച്ച് 1 വർഷത്തോളം ക്രൂരമായി പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ്. ഈ കേസിൽ കഴിഞ്ഞ ദിവസം 20-ാം തീയതി കോടതി പരിഗണിച്ചപ്പോൾ ഈ 3 പ്രതികൾ, ഒന്നാം പ്രതിയും 2ാം പ്രതിയും 6ാം പ്രതിയും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളിലാണ് പ്രതികൾ കുറ്റക്കാരെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നത്. ഒന്നാം പ്രതിയായിട്ടുള്ള ഷൈബിൻ അഷ്റഫിൻ്റെ ഭാര്യ ഹസീൻ അടക്കമുള്ളവരെ പ്രതിപ്പട്ടികയിൽ പ്രതി ചേർത്തിരുന്നു. പക്ഷേ അവരെയൊക്കെ പിന്നീട് കോടതി ഈ കേസിൽ പിന്നാമ്പുറത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അഷ്കർ അലി കരിമ്പ, ഷാബാ ഷെരീഫ് മൂലക്കുരു ചികിത്സിച്ച് ഭേദമെടുത്തിയിരുന്ന പാരമ്പര്യ വൈദ്യനാണ്. ഇതിന്റെ ഒറ്റമൂലി രഹസ്യം ചോർത്തുന്നതിന് വേണ്ടി തട്ടിക്കൊണ്ടുവന്ന് തടവിൽ പാർപ്പിച്ച് രഹസ്യം കൈമാറാതെ, ഒറ്റമൂലി കൈമാറാതെ വന്നപ്പോൾ കൊലപ്പെടുത്തി കഷണങ്ങളാക്കി ചാക്കിൽ കെട്ടി ചാലിയാറിൽ ഒഴുക്കുകയായിരുന്നു. ഈ മരുന്ന് വ്യാപാരമായിരുന്നല്ലോ ലക്ഷ്യം. ഈ കൂട്ടുപ്രതികൾ ഷൈബിൻ അഷ്റഫിനെയും ബന്ദിയാക്കി പണം കവർന്നു. അതിനുശേഷം ഷൈബിൻ പോലീസിൽ പരാതി കൊടുക്കുന്നു. ഈ ഒരു കേസിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യം അഷ്കർ, മൃതദേഹാവശിഷ്ടങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. അത് ലഭിക്കാതെ തന്നെ വിചാരണ പൂർത്തിയാക്കിയ ഒരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കൊലക്കേസല്ലേ ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. സുജ, തികച്ചും ആ രീതിയിൽ തന്നെയാണ് പോലീസും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കരുതുന്നത്. കാരണം കേരളത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് എന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ അടക്കം ആദ്യം മുതൽ തന്നെ ഈ കേസിൽ പറഞ്ഞിരുന്നത്. കാരണം മൈസൂരിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന ഈ ഷാബാ ഷെരീഫിന് 1 വർഷത്തോളമാണ് ഇത്തരത്തിൽ ഷൈബിൻ അഷ്റഫിൻ്റെ വീട്ടിലെത്തി ക്രൂരമായി പീഡനത്തിനിരയാക്കിയത്. അതിന് ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പാരമ്പര്യ വൈദ്യനായിരുന്ന ഷാബാ ഷെരീഫ് ഈ മൂലക്കുരുവിനുള്ള ഒറ്റമൂലി മരുന്ന് കണ്ടെത്തി അതിന് ചികിത്സ നടത്തിയിരുന്നു. ആ ഒറ്റമൂലിയുടെ കൂട്ട് പറഞ്ഞു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതികൾ ഇത്തരത്തിൽ ക്രൂരമായ പീഡനത്തിനിരയാക്കിയത്. പക്ഷേ 1 വർഷം നിരന്തരമായി പീഡനത്തിനിരയാക്കിയിട്ട് പോലും ആ ഒറ്റമൂലി പറഞ്ഞു നൽകാൻ ഷാബാ ഷെരീഫ് തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് ഈ ഷാബാ ഷെരീഫിനെ അതിനിഷ്ഠൂരമായ രീതിയിൽ തന്നെ ഈ പ്രതികൾ കൊലപ്പെടുത്തുന്നത്. ആ ശരീരം കൊലപ്പെടുത്തിയതിനു ശേഷം ശരീരം വെട്ടി നിർക്കി ചാലിയാറിൽ ഒഴുക്കി എന്നുള്ളതായിരുന്നു കേസ്. പിന്നീട് പോലീസും നാവികസേനയും അടക്കം ഏറെ തെരച്ചിൽ നടത്തിയെങ്കിൽ പോലും ഒരു ശരീരാവശിഷ്ടങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ ശരീരം വെട്ടി നിർക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു മരക്കഷ്ണം പോലീസിന് ലഭിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ ഒന്നാം പ്രതിയായിട്ടുള്ള ഷൈബിൻ അഷ്റഫ് മൈസൂരിലെത്തി കൊല്ലപ്പെട്ട ഷാബാ ഷെരീഫിനെ കൊണ്ടുവന്ന കാര്യം അത് ആ കുടുംബം ഈ ഒന്നാം പ്രതിയെ തിരിച്ചറിയുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചറിഞ്ഞതും ഈ കേസിൽ ഏറ്റവും നിർണായകമാവുകയും ചെയ്തു. പിന്നീട് ഈ കൊല നടന്ന് ഏറെ കാലങ്ങൾക്ക് ശേഷം ഇതിൽ കൂട്ടുപ്രതികൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വെച്ച് ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു. ഒന്നാം പ്രതിയായിട്ടുള്ള ഷൈബിൻ അഷ്റഫ് തങ്ങളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു, തങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു
ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ആത്മഹത്യാ ശ്രമം നടത്തിയത്. ആ ആത്മഹത്യാ ശ്രമം നടത്തുന്നതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ കൊലപാതകത്തിൻ്റെ ചുരുളുകൾ അഴിയുന്നത്. അതിനുശേഷം പിന്നീട് അന്വേഷണം ആരംഭിച്ചു. ആ അന്വേഷണത്തിനൊടുവിലാണ് ഈ കേസിൽ 15ഓളം ആളുകളെ വ്യത്യസ്ത സമയങ്ങളിലായി പോലീസ് പ്രതി ചേർത്തിരുന്നത്. ഏറ്റവും അവസാനമായി 12 പേരെ കോടതിയിൽ എത്തിക്കുകയും ചെയ്തു. ആ 12 പേരിൽ 9 പേരെ കോടതി കുറ്റവിമുക്തമാക്കി. മറ്റു 3 പേർക്കെതിരെയുള്ള ശിക്ഷാവിധിയാണ് ഇപ്പോൾ മഞ്ചേരി 1-ം അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതി വിധിച്ചിരിക്കുന്നത്. അതിൽ 1-ാം പ്രതിയായിട്ടുള്ള ഈ കൊലപാതകത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂരകൃത്യം നടത്തിയിട്ടുള്ള 1-ാം പ്രതി ഷൈബിൻ അഷ്റഫ് 11 വർഷം തടവും 11 വർഷം 9 മാസം തടവ് ശിക്ഷ അനുഭവിക്കണം. 2 ലക്ഷം രൂപ പിഴ കൊടുക്കണം. അതുപോലെ തന്നെ 2-ാം പ്രതിയായിട്ടുള്ള ഷിഹാബുദ്ദീൻ 6 വർഷവും 9 മാസം തടവ് ശിക്ഷ അനുഭവിക്കണം. 15,000 രൂപ പിഴ കൊടുക്കുകയും വേണം. 3-ാമതായി ഇതിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6-ാം പ്രതി നിഷാദ് 3 വർഷവും 9 മാസം തടവ് ശിക്ഷ അനുഭവിക്കണം. 15,000 രൂപ പിഴ അടയ്ക്കുകയും വേണം. ആ രീതിയിലുള്ള വിധിയാണ് ഇപ്പോൾ ജഡ്ജായിട്ട് തുഷാർ വിധിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനപ്പുറത്തേക്കുള്ളൊരു വിധി വേണമെന്ന നിലപാടിലാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ നിൽക്കുന്നത്. സ്വാഭാവികമായും കൂടുതൽ ശിക്ഷാ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് മുകളിലുള്ള കോടതികളെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ സൂചന നൽകിയിരിക്കുന്നു. പ്രത്യേകിച്ച് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് ഇപ്പോൾ ഈ കേസിൽ കോടതി കണ്ടെത്തി അതിനനുസരിച്ചുള്ള ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യന് 1 വർഷത്തിലധികം വീട്ടിലിട്ട് ക്രൂരമായി വെട്ടിനുറുക്കി അതിൻ്റെ മൃതദേഹം പോലും ബന്ധുക്കൾക്ക് ലഭിക്കാതെ പുഴയിലൊഴിക്കുക ക്രൂരമായ കൊലപാതകമാണ് നടന്നത്. അതുകൊണ്ട് തന്നെ പ്രതികൾ കൂടുതൽ ശിക്ഷ അർഹിക്കുന്നു എന്നുള്ള നിലപാടാണ് പ്രോസിക്യൂഷനുള്ളത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അപ്പീലിന് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പ്രോസിക്യൂഷൻ പോകുന്നത്. മാത്രമല്ല ഈ ഷൈബിൻ അഷ്റഫിൻ്റെ കാറിൽ നിന്ന് ലഭിച്ച ഷാബാസ് ഷെരീഫിൻ്റെ തലമുടി അടക്കം ഈ കേസിൽ ഏറ്റവും നിർണായകമാവുകയും ചെയ്തിരുന്നു. 2019 ഓഗസ്റ്റിലാണ് മൈസൂരിലെ പാരമ്പര്യ വൈദ്യനായിരുന്ന ഇത്തരത്തിൽ ഷാബാസ് അഷ്റഫിനെ ഈ നിലമ്പൂർ മുക്കട്ടയിലേക്കുള്ള ഷൈബിൻ അഷ്റഫിൻ്റെ വീട്ടിലേക്ക് എത്തിക്കുന്നത്. തുടർന്ന് 1 വർഷത്തോളം പല രീതിയിലുള്ള ക്രൂരമായ പീഡനത്തിനും അതിക്രമത്തിനുമാണ് ഈ കൊല്ലപ്പെട്ട ഷാബാസ് ഷെരീഫ് ഇരയായിരുന്നത്. അതിനുശേഷം ഒരു ഘട്ടത്തിലും ഈ മൂലക്കുരു എന്ന് പറയുന്ന രോഗത്തിനുള്ള മരുന്ന് ആ ഒറ്റമൊഴി പാരമ്പര്യ വൈദ്യനായിരുന്ന ഷാബാസ് ഷെരീഫിന് അറിയാമായിരുന്നു. അത് ഒരു ഘട്ടത്തിലും പ്രതികൾ ആവശ്യപ്പെട്ടതുപോലെ ഷൈബിൻ അഷ്റഫിന് കൈമാറാനോ അല്ലെങ്കിൽ മറ്റ് പ്രതികൾക്ക് പങ്കുവെക്കാനോ ഷാബാസ് ഷെരീഫ് തയ്യാറായിരുന്നില്ല. അതിൻ്റെ കൂടി വിദ്വേഷത്തിലായിരുന്നു ക്രൂരമായ പീഡനത്തിന് ശേഷം ഈ നടുക്കുന്ന കോലിളക്കം സൃഷ്ടിക്കുന്ന കൊലപാതകം തന്നെ ഉണ്ടാവാൻ സാഹചര്യം ഒരുങ്ങിയത്. അതിനുശേഷവും തെളിവ് നശിപ്പിക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതികൾ ഈ ശരീരം വെട്ടിനുറുക്കി ചാലിയാറിൽ ഒഴിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. പക്ഷേ എന്നിട്ട് പോലും ഈ ആരും തന്നെ ഈ കൊലപാതക വിവരങ്ങളോ ഈ ക്രൂരഹത്യത്തെക്കുറിച്ചോ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. അതിനുശേഷം പിന്നീട് ഇവർ ഈ പ്രതികൾ കൂട്ടുപ്രതികളായിട്ടുള്ള ആളുകൾ സെക്രട്ടേറിയറ്റിന് മുമ്പിലെത്തി വർഷങ്ങൾക്ക് ശേഷം നടത്തിയ ആത്മഹത്യാ ശ്രമത്തിനൊടുവിലും ആ സംഭവ വികാസങ്ങൾക്കൊടുവിലുമാണ് ഈ കൊലപാതകത്തിൻ്റെ ചുരുളുകൾ പോലും പോലീസ് അറിയുന്നത്. അതിന് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസ് ഏറ്റവും എടുത്ത റിസ്ക് തന്നെയാണ്. ഒരു മൃതദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവശിഷ്ടം പോലും ലഭിക്കാത്ത കേസിലാണ് പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്താൻ പോലീസിന് സാധിച്ചത്. അപ്പോഴും പോലീസ് പറയുന്നത് ക്രൂരമായ ഒരു കൊലപാതകത്തിന് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകൽ അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള വകുപ്പുകൾ കൂടി കണ്ടെത്തി പ്രതികൾക്കുള്ള ശിക്ഷ കടുപ്പിക്കണമെന്നൊരു നിലപാടാണ് പോലീസിനും പ്രോസിക്യൂഷനും ഉള്ളത്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ പിഴയായി ഈടാക്കിയ തുകയ്ക്കൊപ്പം തന്നെ ഒരു തുക ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്നും കൊല്ലപ്പെട്ട പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിന്റെ കുടുംബത്തിന് നൽകണമെന്ന ആവശ്യം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. വിധി പറയുന്നത് വിധി പ്രസ്താവത്തിന്റെ വിശദാംശങ്ങൾ ഏറ്റവും ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ.